പുറത്താകുന്നു. വലിയ സംഭവമൊന്നുമില്ല. എ സിമ്പിൾ ഇവാപ്പറേറ്റ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ എയർ ഇവാപ്പറേറ്റീവ് ആണ്. അപ്പോൾ സിമ്പിൾ ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റമാണ്, റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. യൂസ്ഡ് ഫോർ ആൻ എയറോപ്ലെയിൻ ടു ടേക്ക് 20 tons ഓഫ് റെഫ്രിജറേറ്റിംഗ് ലോഡ്. അപ്പം ലോഡ് ഓഫ് റെഫ്രിജറേഷൻ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20 ടണ്ണാണ്, ടൺസ് ഓഫ് റെഫ്രിജറേഷൻ. ദ ആംബിയൻ്റ് എയർ കണ്ടീഷൻസ് ആർ 20 degrees Celsius ആൻഡ് 0.9 bar. അപ്പോൾ നമുക്ക് ആദ്യമേ ടി എസ് ഡയഗ്രാം വരയ്ക്കാമല്ലോ. ടി എസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധനം കണ്ടെത്തി. ഇവിടെ ആയിട്ട് ഞാൻ ടി എസ് ഡയഗ്രാം വരയ്ക്കുന്നതാണ്. ടി എസ് ഡയഗ്രാം. അപ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തിട്ടു. ഈ ഒരു പോയിൻറ്റ് 1 എന്ന് പറയുന്ന പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റിലെ എന്താണ്? ആംബിയൻ്റ് കണ്ടീഷൻസ് ആർ 20 degrees Celsius ആൻഡ് 0.9 bar. അവിടുത്തെ പ്രഷർ P1 ആണ്. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.9 bar ആൻഡ് ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 20 degrees Celsius 293 Kelvin. ദ ആംബിയൻ്റ് എയർ ഈസ് റാംഡ് ഐസെൻട്രോപ്പിക്കലി ടു എ പ്രഷർ ഓഫ് 1 bar. അപ്പോൾ ഇതിനെ ഐസെൻട്രോപ്പിക്കലി നമ്മൾ എന്ത് ചെയ്തു? റാം ചെയ്തു. പ്രഷർ 2 എന്ന് പറയുന്ന പോയിൻ്റ്, അപ്പോൾ P2 എന്ന് പറഞ്ഞ പ്രഷർ. അപ്പം ഐസെൻട്രോപ്പിക്കലി ആകുമ്പം 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയായിരിക്കും? നമ്മളെങ്ങനെ വരയ്ക്കും? വെർട്ടിക്കലി വരയ്ക്കും. ദാറ്റ് ഈസ് 1 to 2, 2 കിട്ടി. അത് P2 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ എത്ര ബാർ എന്ന് പറഞ്ഞു? 1 bar എന്ന് പറഞ്ഞു. ഇനി ദ എയർ ലീവിങ് ദ മെയിൻ കംപ്രസർ ഈസ് അറ്റ് പ്രഷർ 3.5 bar. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ കംപ്രസറിലേക്ക് വരുന്നത്. എഫിഷ്യൻസി, റാമിങ് എഫിഷ്യൻസി തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3.5 bar. അപ്പോൾ P3 എന്ന് പറയുന്ന പ്രഷറാണ്. അപ്പോൾ P3 എന്ന് പറയുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 3.5 bar. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ വരച്ചു പോകാം. പക്ഷേ ഇത് റാമിങ് എഫിഷ്യൻസി തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് വരയ്ക്കുന്നില്ല. അത് അവിടെ ജസ്റ്റ് നോക്കി മൊത്തം ഫുള്ള് വായിച്ച് കൺഫേം ചെയ്തിട്ട് വരയ്ക്കാം. ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഹാവിങ് എഫക്റ്റീവ്നെസ് ഓഫ് 0.6. അപ്പം ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് തന്നിട്ടുണ്ട്. എപ്സിലോൺ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എപ്സിലോൺ H എന്ന് പറഞ്ഞെടുത്തു. ദറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.6. നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എഫക്റ്റീവ്നെസ്. ദെൻ ദ ഇവാപ്പറേറ്റർ വേർ നമുക്കറിയാമല്ലോ, ആദ്യം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പോകും, പിന്നെ എന്ത് പോകും? ഇവാപ്പറേറ്റർ പോകും. ദെൻ ദ ഇവാപ്പറേറ്റർ വേർ ദ ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ് ബൈ എത്രയാണ്? 5 degrees Celsius. അപ്പം ഇവിടെ നമുക്ക് എഫിഷ്യൻസി ഇല്ല, റാമിങ് എഫിഷ്യൻസി ഒന്നും തരാത്തതുകൊണ്ട് 3.2. ഇപ്പോൾ താഴോട്ട് വായിക്കുമ്പോഴും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ എഫിഷ്യൻസി ഞാൻ ജസ്റ്റ് നോക്കി. എന്താ കംപ്രസർ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, കൂളിംഗ് ടർബൈൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, വേറെ എഫിഷ്യൻസീസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന? 2' വരയ്ക്കേണ്ട, നേരെ 2-ൽ നിന്ന് എന്തിലേക്ക് ഇങ്ങ് പോവാം? ഐസെൻട്രോപ്പിക്കായിട്ട് കംപ്രസ് ചെയ്യുവാണെങ്കിൽ 3-ലേക്ക് പോകും. അവിടെ പക്ഷേ നമുക്ക് എന്ത് എഫിഷ്യൻസി തന്നിട്ടുണ്ട്? കംപ്രസർ എഫിഷ്യൻസി 80% തന്നിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്ത് പോയിൻ്റ് ആവും? 3' എന്ന് പറയുന്ന പോയിൻ്റ് ആവും. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയായിരിക്കും അല്ലേ? ഫസ്റ്റ് 1 to 2 വന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. പിന്നെ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? നമുക്ക് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ നടക്കും. അതെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സായിരിക്കും 3 to 4. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കിയോ, ദെൻ അപ്പോൾ ഫസ്റ്റ് കൂൾഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഹാവിങ് എഫക്റ്റീവ്നെസ് 0.6. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് 0.6 ആണ്. എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ വീണ്ടും പഠിക്കാം. ദെൻ ദ ഇവാപ്പറേറ്റർ, പിന്നെ നമ്മൾ ഇവാപ്പറേറ്റർ കൊടുക്കുന്നു, വേർ ദ ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 5 degrees Celsius. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണോ അത് എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റർ കൊടുത്ത് 4' വരും. തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് പിടിയിട്ടും എന്തുകൊണ്ട് 4'ൽ നിന്ന് 4'ലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? ഇവാപ്പറേറ്ററിലും. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നടക്കുന്നത് നമ്മുടെ എന്തിനകത്തുമാണ്? ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തുമാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കാര്യം പിടികിട്ടി. T4' എന്ന് പറയുന്നത് T4 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്ന് എത്ര കുറയ്ക്കണം? റെഡ്യൂസ്ഡ് ബൈ അല്ലേ പറഞ്ഞത്? റെഡ്യൂസ്ഡ് 2 അല്ല. 2 പറയുന്നെങ്കിൽ ആ ടെമ്പറേച്ചർ ഡയറക്റ്റ് T4' എന്ന് പറഞ്ഞെടുക്കാം. പക്ഷേ റെഡ്യൂസ്ഡ് ബൈ 5 degrees Celsius എന്ന് പറഞ്ഞാൽ T4-ൽ നിന്ന് എത്ര കുറച്ചു എന്നാണ്? 5 degrees Celsius കുറഞ്ഞു എന്നാണ് നമ്മുടെ എന്തിൽ? ഇവാപ്പറേറ്ററിൽ നടക്കുമ്പോൾ. ദ എയർ ഫ്രം ദ ഇവാപ്പറേറ്റർ ഈസ് പാസ്ഡ് ത്രൂ ദ കൂളിംഗ് ടർബൈൻ. അത് നമ്മൾ കൂളിംഗ് ടർബൈനിൽ കൊടുക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ക്യാബിൻ വിച്ച് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് എത്രയാണ്? ഇത് അപ്പോൾ T6 ആണ് ആ തന്നിരിക്കുന്നത് നമുക്കറിയാം. 298 Kelvin ആണ് അവിടുത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ. അതിൻ്റെ പ്രഷർ ഈസ് ഈക്വൽ ടു അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ക്യാബിൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 1.05 bar ആണ്. അപ്പോൾ P1 എന്ന് പറയുന്നത് നമുക്ക് 0.9 bar എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള പ്രഷറിലേക്കാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, കൂളിംഗ് ടർബൈൻ എക്സ്പാൻഡ് ചെയ്യുന്നത്.
അപ്പോൾ 4 to 5 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് 5 എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ ടർബൈന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കൂളിംഗ് ടർബൈൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 എന്ന് പറയുന്ന പോയിന്റ് 5' ആവും. അപ്പോൾ ഇതിന് ആക്ച്വൽ കേസ് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ ഒരു സാധനമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വരയ്ക്കേണ്ടത്. ഇനി 5' നിന്ന് പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് എന്തിലേക്ക് പോവുക, 6ലേക്ക് വരയ്ക്കുക. അതിപ്പോൾ 6 ആണ് നമ്മുടെ എന്താണ് T6 എന്ന് പറയുന്ന ക്യാബിൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ P5 ഈ ടെമ്പറേച്ചർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, P5. ഇതെല്ലാം ഇതുവരെയുള്ള വീഡിയോസ് കണ്ടവർക്ക് എളുപ്പമായിരിക്കും, അല്ലാത്തവർക്ക് ഒരു ഇതായിട്ട് കാര്യത്തിൽ സ്പീഡായിട്ട് പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് if the internal efficiency of the compressor turbine determine the mass flow rate MA കണ്ടുപിടിക്കണം. എന്താണ് എന്താ കംപ്രസർ MA ഫൈൻഡ് ഔട്ട് ചെയ്യണം, പവർ P കണ്ടുപിടിക്കണം, പിന്നെ എന്ത് കണ്ടുപിടിക്കണം, COP കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എല്ലാ ടെമ്പറേച്ചറും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഫസ്റ്റ് ഞാൻ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അവിടെ ട്വിസ്റ്റുകളൊന്നുമില്ല. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, P1 ഉണ്ട്, T1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, T2/T1 ഈസ് ഈക്വൽ ടു P2/P1 ദ ഹോൾ റൈസ് ടു ഗാമ -1/ഗാമ. T2 എന്ന് പറയുന്നത് തന്നിട്ടില്ല. T1 ഈസ് ഈക്വൽ ടു 293 കെൽവിൻ വിച്ച് ഈസ് ഈക്വൽ ടു P2. P2 എന്ന് പറയുന്ന പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ ആണ്. P1 എന്ന് പറയുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 0.9 ബാർ ആണ്. ദ ഹോൾ റൈസ് ടു 1.4 - 1/1.4. ഇനി ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, T2വിൻ്റെ വാല്യൂ മാത്രം നോക്കി എഴുതുവാണ്. T2വിൻ്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ടെസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് T2വിൻ്റെ വാല്യൂ കിടക്കുന്നത് 301. ഓക്കെ, 301.8 കെൽവിൻ എന്നുള്ളതാണ്. ഇപ്പോൾ T2 നമുക്ക് അവിടെ എന്ത് ചെയ്തു കിട്ടി. റാമിംഗ് എഫിഷ്യൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ. പിന്നെ 2ഉം 3ഉം എടുക്കും അല്ലേ. അപ്പോൾ 2 to 3 എന്ന് പറയുന്ന ഐഡിയൽ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ T3/T2 ഈസ് ഈക്വൽ ടു P3/P2 ദ ഹോൾ റൈസ് ടു ഗാമ -1/ഗാമ. ഇവിടെ നിന്ന് T3 നമുക്ക് അറിഞ്ഞുകൂടാ. ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് അറിയാം, 301.8 വിച്ച് ഈസ് ഈക്വൽ ടു P3 നമുക്ക് 3.5 ബാർ എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ P2 എന്ന് പറയുന്നത് 1 ആണ്. ദ ഹോൾ റൈസ് ടു ഗാമ -1/ഗാമ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ വാല്യൂവിൽ നിന്ന് T3 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഗാമയ്ക്ക് 1.4 കൊടുത്താൽ പോരെ. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് T3യുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും, എളുപ്പമൊക്കെ കിട്ടും. 431.6 കെൽവിൻ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, T3 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി അടുത്ത് T3 എന്ന് പറയുന്ന വാല്യൂ അറിയാമെങ്കിൽ പിന്നെ മൂവിങ് ഓൺ, T3 അറിയാൻ T3' വേണം. അതിന് വേണ്ടിയിട്ട് കംപ്രസറിൻ്റെ എഫിഷ്യൻസി വേണം. കംപ്രസറിൻ്റെ എഫിഷ്യൻസി T3 - T2 ചെറിയ വാല്യൂ ആണ്, അത് മുകളിലിട്ടു. ഡിഫറൻസ് എടുത്ത് T3 - T2 മുകളിലിട്ടു. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, T3' - T2 എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് താഴെ ഇട്ടു, ആ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പം ഇതിൽ നിന്ന് കംപ്രസർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, കംപ്രസർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.8 എന്നും ടർബൈൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.75 എന്നും. അപ്പോൾ കംപ്രസർ എഫിഷ്യൻസി 0.8, അപ്പോൾ 0.8 ഈസ് ഈക്വൽ ടു T3 - T2. T3 എന്ന് പറയുന്നത് എത്രയാണ്, 431.6. 431.6 - T2 എന്ന് പറയുന്നത് 301.8. 301.8 ഡിവൈഡ് ബൈ T3' എനിക്ക് ആക്ച്വൽ ടെമ്പറേച്ചർ ഔട്ട്പുട്ട് അറിഞ്ഞുകൂടെ, അത് കണ്ടുപിടിക്കണം. T2 എന്ന് പറയുന്നത് 301.8 എന്ന് പറയുന്ന സാധനം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇതെങ്കിൽ മുകളിലേക്ക് വരും. അപ്പോൾ 0.8 ഇൻറ്റു എത്രയാണ്, T3' - 301.8 വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഇതിട്ട് കൂടെ മൈനസ് ചെയ്യുമ്പോൾ 431.6 - 301.6 എന്ന് പറയുന്നത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് നമുക്ക് ഇത് ഈസ് ഈക്വൽ ടു എത്രയാണെന്നറിയാമോ, ഇത് ഈസ് ഈക്വൽ ടു 129.8 ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് എന്ത് 0.8 ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ T3' - 301.8 ഈസ് ഈക്വൽ ടു 129.8 ഡിവൈഡ് ബൈ 0.8 എന്ന് കിട്ടും. ഇനി T3' കണ്ടുപിടിക്കാൻ ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി ആഡ് ചെയ്തുകൂടെ, 129.8 ഡിവൈഡ് ബൈ 0.8 എനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, സമയം പോവും. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ T3' വാല്യൂ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. T3' എന്ന് പറയുന്നത് 464 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് മീൻസ് T3' നോണായി. ഇനി T3' T4 വേണം. അതിനാണ് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഡിഫൈൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് T3' നിന്ന് എവിടം വരെയാണ് ഉണ്ടാകുന്നത്, T4 വരെയുള്ള ടെമ്പറേച്ചറാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്, ഡിവൈഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഈസ് മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ് T3' നിന്ന് മാക്സിമം നമുക്ക് ഇവിടുത്തെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഇവിടുത്തെ ഇൻപുട്ട് ടെമ്പറേച്ചർ വരെ എന്ത് ചെയ്യാം, കുറച്ച് കൊണ്ടുവരാം. ദാറ്റ് ഈസ് T3' - T2. T2 അല്ലെങ്കിൽ T2' ആണ്. T2 ഈസ് ഈക്വൽ ടു T2' എന്നുള്ള അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ T2 ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തെടുത്തത്, T2 എടുത്തത്. ഇവിടെ T2' ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്തെടുത്തന്നെ, T2' എടുത്തന്നെ.
അപ്പോൾ ഇതാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ. എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാണ് ആക്ച്വൽ ടെമ്പറേച്ചർ. ഈ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ HMDയിൽ പഠിച്ച സാധനമാണ് ഇതൊക്കെ. ഇതെന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടെ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ T3 ഡാഷ് തന്നെയായിരിക്കും. ആക്ച്വലി T3 ഡാഷിൽ നിന്ന് T4ലേക്ക് കൊണ്ടുവരുന്നു. മാക്സിമം പോസിബിൾ T3 ഡാഷിൽ നിന്ന് എവിടെ വരെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ T2 വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കുറച്ച് T2 വരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. T2 അല്ലെങ്കിൽ T2 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നിരിക്കുന്നത് 0.6 എന്നാണ്. 0.6 ഈക്വൽ ടു T3 ഡാഷ് എന്ന് പറയുന്നത് 464 തന്നിട്ടുണ്ട്. മൈനസ് T4 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഡിവൈഡഡ് ബൈ T3 ഡാഷ് എന്ന് പറഞ്ഞാൽ 464 മൈനസ് T2 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 301.8 എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6 ഇൻറ്റു 464 മൈനസ് എന്താണ് 301.8 വിച്ച് ഈസ് ഈക്വൽ ടു 464 മൈനസ് T4 എന്ന് കിട്ടും. അപ്പോൾ ഇതിലെല്ലാം കൂടി 0.6 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ T4 ഒക്കെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് 162 പോയിൻറ്റ് സംതിങ് ആണ്. അതായത് 0.6 ഇൻറ്റു എന്താണ് 162.2 ഈസ് ഈക്വൽ ടു 464 മൈനസ് T4. ഇതിങ്ങിപ്പുറത്ത് കൊണ്ടുവന്നാൽ 0.6 ഇൻറ്റു 162.2 പ്ലസ് ഇങ്ങിപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് 464 വിച്ച് ഈസ് ഈക്വൽ ടു T4. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ കിട്ടുന്ന വാല്യൂവിന് ഒരു മൈനസ് ഉണ്ടാവും. മൈനസ് വെട്ടിക്കളയുമ്പോൾ 4T4 ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്ന് പറയുന്നത് T4ൻ്റെ വാല്യൂ ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു 93.7 ഡിഗ്രി സെൽഷ്യസ്. എല്ലാ ഡിഗ്രി സെൽഷ്യസ് അല്ല, 93.7 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇനി നമുക്ക് T3 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് T4 ഉണ്ടെങ്കിൽ T4 ഡാഷ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓൾറെഡി എന്തിലുണ്ട്? നമ്മുടെ ടെസ്റ്റിലുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ് ദ എയർ ഫ്രം ദ ഇവാപ്പറേറ്റർ പാസ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ചെയ്യുന്നു the air is leaving the main compressor at അത്ര pressure and it is first cooled in the heat exchanger. കൂൾ ചെയ്തു, effectiveness 0.6, അപ്പോൾ T4 ലേക്ക് മാറി. And then in the evaporator where the temperature is reduced by 5 degree Celsius. ഇവാപ്പറേറ്റർ ആണ് ഇവിടെ. ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു? 5 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അപ്പം T4 ഡാഷ് എന്ന് പറയുന്നത് T4 നിന്ന് 5 ഡിഗ്രി സെൽഷ്യസ് കുറച്ചതാണ്. T4 ഡാഷ് ഈസ് ഈക്വൽ ടു T4 മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് T4 ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? T4 നിന്ന് 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത്, ദാറ്റ് ഈസ് T4 എന്ന് പറയുന്നത് 93.7 മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ്. സോ വിച്ച് ഈസ് സോറി T4 കിട്ടുന്നത്, T4ൻ്റെ ഞാൻ വാല്യൂ എടുത്തെഴുതിയപ്പോൾ പ്രശ്നമാണ്. ഇത് ഡിഗ്രി സെൽഷ്യസിൽ ഇതാണ്. T4ൻ്റെ എന്താണ് കെൽവിനിലുള്ള വാല്യൂ 3, ഇത് നോക്കി ചെയ്യാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. 366.7 കെൽവിനിലാണ്. നമ്മൾ കെൽവിനിലല്ലേ ചെയ്തത്. അപ്പോൾ കെൽവിനിലായിരിക്കും T4 കിട്ടുന്നത്. T4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് ഇത് മൈനസ് എന്താണ് 273 ചെയ്യുമ്പോൾ, അതായത് ഇത്രയും മൈനസ് 273 ചെയ്യുമ്പോൾ എന്തിലാവും? ഡിഗ്രി സെൽഷ്യസിലാവും. ഡിഗ്രി സെൽഷ്യസിലായ സാധനത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? -5 കൊണ്ട് മൈനസ് ചെയ്യുള്ളൂ. കാര്യം ഇത് തന്നിരിക്കുന്ന 5 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം എന്ത് ചെയ്തു? ഡിഗ്രി സെൽഷ്യസ് 93.7 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 5 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? വിച്ച് ഈസ് ഈക്വൽ ടു 88.7. ഇതിനെ കെൽവിനിലേക്കാകാം പ്ലസ് 273 ചെയ്യണം. പ്ലസ് 273 ചെയ്യുമ്പോഴത്തേക്ക് 361.7 കെൽവിൻ. നമ്മൾ ചെയ്യാതെ ഇങ്ങനെ ന്യൂമറിക്കൽസിൽ നമ്മൾ ചെയ്യാതെ ഇങ്ങനെ നോക്കി എഴുതുമ്പോഴത്തേക്ക് വരുന്ന എന്താണ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കിക്കൊള്ളണം. നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നോക്കി എഴുതുമ്പോൾ അങ്ങോട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇത് പറഞ്ഞെങ്കിൽ പോയാനെ. അപ്പോൾ T4 ഡാഷായി. ഇനി ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. T4 ഡാഷ് ടു T5 എന്താണ്? എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ വിച്ച് ഈസ് ഈക്വൽ ടു വലിയ ഡിഫറൻസ് ഇതാണ്. അപ്പോൾ താഴെ ഡിനോമിനേറ്റർ ഇട്ടു, ദാറ്റ് ഈസ് T4 ഡാഷ് മൈനസ് T5. ചെറിയ ഡിഫറൻസ് T4 മൈനസ് എന്തായിരിക്കും? T4 ഡാഷ് മൈനസ് T5. T4 ഡാഷ് മൈനസ് T5 വലിയ ഡിഫറൻസ്. T4 ഡാഷ് മൈനസ് T5 ഡാഷ് ചെറിയ ഡിഫറൻസ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? T5 ഡാഷാണ് വേണ്ടത്. എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0.75 വിച്ച് ഈസ് ഈക്വൽ ടു T4 എന്ന് പറയുന്ന വാല്യൂ. നമുക്ക് T4 അല്ല, രണ്ട് സ്ഥലത്തും T4 ഡാഷ് അല്ലേ? T4 ഡാഷ് മൈനസ് T5 വലിയ വാല്യൂ, T4 ഡാഷ് മൈനസ് T5 ഡാഷ് ചെറിയ വാല്യൂ. അപ്പോൾ T4 ഡാഷ് മൈനസ് T5 ഡാഷ് മുകളിലും T4 ഡാഷ് മൈനസ് T5 താഴെ ഇട്ടു. T4 ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? 361.7 മൈനസ് T5 ഡാഷ്. T5 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? T5 ഡാഷ്. വാട്ട് ഈസ് T5 ഡാഷ്? T5 ഡാഷാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ T4 ഡാഷ് 361.7 മൈനസ് T5. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് T5? T5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? T5 ഈസ് ഈക്വൽ ടു ഇവിടെ കണ്ടുപിടിച്ചില്ലേ നമ്മൾ? T5 കണ്ടുപിടിച്ചില്ലേ?
അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് നമ്മൾ T4 ഡാഷ് വരെ ആയതേ ഉള്ളൂ അല്ലേ, സോറി. അപ്പോൾ T5 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, T4 ഡാഷ് മൈനസ് T5 ഈസ് ഈക്വൽ ടു P4 മൈനസ് P5 ദ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇവിടെ നിന്ന് T4 ഡാഷ് നമുക്ക് എത്രയെന്ന് അറിയാം, 361.7 ഡിവൈഡഡ് ബൈ T5 എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, വിച്ച് ഈസ് ഈക്വൽ ടു P4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, P4 ഈസ് ഈക്വൽ ടു തിരിച്ചു എഴുതാം, P4 ഈസ് ഈക്വൽ ടു P3 ആണ്. P3 ഈസ് ഈക്വൽ ടു, അതായത് P4 ഈസ് ഈക്വൽ ടു P3. P3യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3.5. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതായതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു പോകുന്നത്, അതൊക്കെ ഒരുപാട് ചെയ്യുന്നത്. P5 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പ്രഷർ, P5 എന്ന് പറഞ്ഞ പ്രഷർ 1.05, 1. തിരിച്ചിട്ട് എഴുതാം, അതായത് ഇവിടെ T5 ബൈ T4 ഡാഷ് ഈസ് ഈക്വൽ ടു P5 ബൈ P4 ദ ഹോൾ റൈസ് ടു മൈനസ് 1 ബൈ ഗാമ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, T5 കണ്ടുപിടിക്കാൻ പറ്റും. T5 കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 256.5 കെൽവിൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 256.5 കെൽവിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T5 ഡാഷ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും 282.8. ഞാനിത് പെട്ടെന്ന് പോകുന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പുള്ളത് ഇത് ഒരുപാട് തവണ സമയമെടുത്ത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ അറിയാം, 210 Q ഡിവൈഡഡ് ബൈ, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, CP ഇൻറ്റു T6. കഴിഞ്ഞ വീഡിയോയിലും ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞ സാധനമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 276 കിലോഗ്രാം പെർ എന്തെന്ന് കിട്ടും, മിനിറ്റ്സ് എന്ന് കിട്ടും. രണ്ടാമത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ റിക്വയർഡ് അറിയാം, MACP, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. T3 ഡാഷ് മൈനസ് T2 ഡാഷ് എന്ന് പറഞ്ഞ വർക്ക് ഡണിനെ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ പവർ റിക്വയർഡ്. അതിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 746 കിലോ വാട്ട്സ്, അതായത് കിലോ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോ വാട്ട്സ് എന്ന് എഴുതുക. മൂന്നാമത്തെ സാധനം എന്താണ്, COP എന്ന് പറയുന്നതും പവർ റിക്വയർഡ് 210 Q ഡിവൈഡഡ് ബൈ എന്താണ്, ഇത് വർക്ക് ഡൺ ഓൺ T ഡാഷ് മൈനസ് T2 ഡാഷ്. അത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ 0.094 എന്ന് കിട്ടും. ഇത്രയാണ് നമ്മുടെ COP ഉണ്ട്, വളരെ ചെറിയ വാല്യൂ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ടിപ്പിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയേ ഉള്ളൂ.